സർക്കാർ അവഗണനയിൽ PSC ഉദ്യോഗാർത്ഥികൾ തലസ്ഥാനത്ത് സമരം തുടരുകയാണ്. LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം 21 ദിവസം പിന്നിട്ടു. മണ്ണ് വാരി തിന്നിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് സർക്കാർ. MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലുമൊക്കെ അവഗണിച്ചുകൊണ്ട് LPSC റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 21 ദിവസം പിന്നിടുകയാണ്. സർക്കാരാകട്ടെ ഇവരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു മനോഭാവമാണ് തുടരുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരത്തിനോട് കടുത്ത അവഗണനയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. PSCയിലെ വീഴ്ചകളിലും ഒപ്പം തന്നെ നിയമനങ്ങളിലും വൈകുന്നതിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. LP, UP, HS ഉൾപ്പെടെയുള്ള എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും കായിക, കല, പ്രവൃത്തി പരിചയ അധ്യാപകരെ നിയമിക്കുക എന്നുള്ള നീണ്ട ആവശ്യങ്ങൾക്കാണ് സർക്കാർ മുഖം തിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടും ബന്ധപ്പെട്ട അധികാരികളോടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ ഒന്നിലേറെ തവണ ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരാശപ്പെടുത്തുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് വാരി തിന്നുകൊണ്ട് പ്രതിഷേധിച്ചിട്ട് പോലും സർക്കാർ അത് കണ്ണിൽ ചോരയില്ലാത്ത നിലപാടാണ് തുടരുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ചേരുകയാണ്. മണ്ണ് വാരി തിന്ന് പ്രതിഷേധിച്ചിട്ട് പോലും സർക്കാരിന്റെ കണ്ണ് തുറക്കുന്നില്ല. ഞങ്ങൾ ഈ LPSC എക്സാമിൽ എഴുതിയ ഭൂരിഭാഗം പേരും വീട്ടമ്മമാരാണ്. ഞങ്ങൾ കുടുംബം, കുട്ടികളെല്ലാം നോക്കി അതിനിടയിൽ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തത്. അത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടല്ല, വർഷങ്ങളെടുത്ത് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ കയറിയതാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ പ്രയത്നത്തിന് ഒരു വില തരാത്ത രീതിയിലാണ് ഇന്ന് ഉദ്യോഗസ്ഥരെടുത്ത് പോകുമ്പോൾ ഞങ്ങളോട് അവർ പെരുമാറുന്നത്. അവർ ഞങ്ങളോട് നിങ്ങൾക്ക് 1ാം റാങ്ക് വാങ്ങിക്കൂടെ, 2ാം റാങ്ക് വാങ്ങിക്കൂടെ എന്ന് അവർ ഒരു പുച്ഛ മനോഭാവത്തോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതിന് ഒരു പ്രതിഫലമല്ല, അവർ ഞങ്ങൾ അത്ര പുച്ഛത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് യാതൊരു വാല്യൂ അതിന് തരുന്നില്ല. ഇപ്പം നീറ്റ് എക്സാമിന് വേണ്ടി അവർ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ഉറക്കമൊഴിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ വാല്യൂവിന് അവർ അത്രയും പ്രസക്തി കൊടുക്കുന്നു. അതുപോലെയാണല്ലോ ഞങ്ങളും കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നേടിയത്. എന്നിട്ട് ഞങ്ങളുടെ എക്സാം ഇത്രയും വളരെ ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഈ റാങ്ക് ലിസ്റ്റിൽ നേടിയിട്ട് ആ റാങ്കിന് ഒരു വാല്യൂ ഇല്ലാതെയാണ് ഇവർ ഞങ്ങളോട് സംസാരിക്കുന്നത്. വർഷം 1 കഴിഞ്ഞു, എന്നിട്ടും ഇന്ന് പോലും ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ ഈ വർഷമല്ല, അടുത്ത വർഷമല്ല, ഇനി വരാൻ പോകുന്ന ഇതിൽ പോലും ഞങ്ങൾക്ക് തൊഴിൽ ലഭിക്കൂല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവർ ഈ എക്സാം നടത്തുന്നത് എന്തിനാണ്? അടുത്ത നോട്ടിഫിക്കേഷൻ വരാറായി. അപ്പം ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിലും പറ്റിക്കപ്പെടുകയാണ് അവരും. ഞങ്ങളെപ്പോലെ തന്നെയാണ്, ഒരു തൊഴിലില്ലാതെയാണ് ഞങ്ങൾ അവസാന ആശ്രയം എന്ന പോലെയാണ് ഞങ്ങളെല്ലാം ഈ PSC കാണുന്നത്. പക്ഷെ ഞങ്ങളുടെ അവരുടെ മുമ്പിൽ എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവമായി ഈ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കാണാൻ പോകുമ്പോൾ അവർ ഞങ്ങളോട് തിരിച്ച് പെരുമാറുന്ന രീതി എന്ന് പറയുന്നത്. ഒരു പുച്ഛ മനോഭാവമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ ഞങ്ങളോട് കാണിക്കുന്നത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ തൊഴിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ആരുടെ ഔദാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ നേടിയ റാങ്കിനനുസരിച്ചുള്ള തൊഴിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് എയ്ഡഡ് സ്കൂളുകാർക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ പകുതി പോലും കഷ്ടപ്പെട്ട് പഠിച്ചെഴുതാൻ ഞങ്ങൾക്ക് തരുന്നത്. അവർ കാശ് കൊടുത്ത് കയറുന്നവരാണ്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത് പൊതുമേഖലാ വിദ്യാഭ്യാസത്തിൻ്റെ നട്ടല്ല എയ്ഡഡ് സ്കൂളാണെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് പഠിച്ചതിന് എന്ത് വിലയാണ് അവർ തരുന്നത്? ഈ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ പോലെ തന്നെയാണ് പൊതുമേഖലാ വിദ്യാഭ്യാസത്തിന് നട്ടെല്ലെന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കൂളാണ്. അതിനുവേണ്ട പ്രാധാന്യം ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നില്ലെങ്കിൽ വേറെ ആരാ തരാൻ പോകുന്നത്? അവർക്ക് കൊടുക്കുന്ന ഈ 100 ദിന കർമ്മ പരിപാടികളിൽ എയ്ഡഡ് സ്കൂളിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെത് ഗവൺമെൻറ് സ്കൂളുകളിൽ കൊടുക്കുന്നില്ല. ഇന്ന് ഗവൺമെൻറ് സ്കൂളുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും അവിടെ കുട്ടികളുടെ എണ്ണം, ഒരു കുട്ടിയുടെ എണ്ണം കുറഞ്ഞാൽ പോലും അവർ തസ്തിക നഷ്ടപ്പെടുകയാണ്. ലാംഗ്വേജ് ടീച്ചർമാരില്ലാത്ത സ്കൂളുകളുണ്ട്. ടീച്ചേഴ്സിൻ്റെ എണ്ണം കുറവ് മൂലം കുട്ടികളുടെ എണ്ണം കുറയുന്നു ഇവർ പറയുന്നു. ആ സ്കൂളുകളിൽ അത്രയും മേന്മ വരണ്ടേ? ടീച്ചേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോഴും ക്വാളിഫൈഡ് അല്ലാത്ത ടീച്ചേഴ്സ് വരുമ്പോഴാണ് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളുടെ എണ്ണം കുറയുന്നത്. അത് ഇവരാരും കണക്കാക്കുന്നത്. ഞങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികളുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് തസ്തിക നഷ്ടം വരുന്നതെന്ന് പറഞ്ഞു. ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ടോ? കുട്ടികൾ വീണ്ടും ആ സ്കൂളുകളിൽ വരത്തേ ഉള്ളൂ. ഇത് ക്വാളിഫൈഡ് അല്ലാത്ത ടീച്ചേഴ്സിന് ഇങ്ങനെ പോകുന്തോറും ഇതല്ലേ വരുന്നുള്ളൂ. തീർച്ചയായും അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ തന്നെയാണ് വേണ്ടത്. അവരുടെ അഭാവം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ കുറയുന്നതിന് കാരണമാകുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. സർക്കാരിൻ്റെ ഈ അവഗണന അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ ലഭിക്കുന്നത് വരെ ഈ സമരപ്പന്തലിൽ അവർ തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം MS വീണ, ജനം, തിരുവനന്തപുരം.